4 വിഭാഗം ആളുകൾ. ആ 4 വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നമ്മൾ കുറച്ച് അവരോട് അകലം പാലിച്ച് നിൽക്കണം. അതിൽ ഒന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിൽ ഒന്നാമത്തെ ആളുകൾ നമുക്ക് വേണ്ട വില തരാത്ത ആളുകളാണ്. എന്ന് വെച്ചാൽ 4 ആളുകളെ കാണുമ്പോൾ ആരും നമ്മെ പരിഹസിക്കുന്നില്ല എങ്കിൽ നമ്മെക്കുറിച്ചിട്ട് എന്തെങ്കിലും കണ്ണുകൊണ്ടോ ഭാവങ്ങൾ കൊണ്ടോ ഗോഷ്ടി കാണിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ പരിഹാസ രൂപേണ എന്തെങ്കിലും ഒരു വാക്ക് ജനക്കൂട്ടത്തിൽ നിന്നും കൂടുതലായിട്ട് ഉടലെടുത്ത് ഉണ്ടാക്കിപ്പിക്കുക മറ്റുള്ളവരെ കൊണ്ട്, മുഖഭാവം കൊണ്ട്. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അതായത് നമ്മൾ പറ്റ വില കെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ആളുകൾ. അവരിൽ നിന്നും നമ്മൾ ഒരകലം പാലിച്ച് നിൽക്കുക. എന്ന് വെച്ചാൽ നമുക്കവിടെ വില കിട്ടുന്നില്ല, പിന്നെ എന്തിനാണ് നമ്മളവിടെ അവരോട് നമ്മൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇതൊരു സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മെ കൂടുതൽ വില വെക്കാത്ത ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. അതിലെല്ലാം പെടും, എല്ലാ വിഷയങ്ങളും പെടും. ഇപ്പം നമ്മളൊരു വിഷയം, ഒരാൾക്കൊരു ആപത്ത് വന്നിട്ട് വരികയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരാൾക്കൊരു രോഗം വന്നു, ആ രോഗത്തിൽ അവർ നല്ല ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഹോസ്പിറ്റൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് അത് വല്ലാണ്ട് ചെവിക്കൊള്ളില്ല. എന്നാൽ വേറൊരാൾ ഒരു ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അയാൾ ചെവിക്കൊള്ളുള്ളൂ. പക്ഷേ അയാളേക്കാൾ കൂടുതൽ ഒന്നും കൂടി പെർഫെക്റ്റായിട്ട്, അതുപോലെ തന്നെ പൈസയ്ക്ക് ലാഭമുള്ള ഹോസ്പിറ്റലിൽ ഈ വിലയില്ലാത്ത, ഇയാൾ വില വെക്കാത്ത ആൾ പറഞ്ഞു കൊടുത്തതാവും. പക്ഷേ എങ്കിൽ പോലും ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അയാൾ പറയുന്ന കാര്യങ്ങളെ വില വെക്കാൻ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ നിൽക്കാതിരിക്കുക നല്ലത്. മനസ്സിലായില്ലേ? അത് നമുക്കവിടെ വിലയില്ല എന്നർത്ഥം. ഇനി രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരാണ്? നിരന്തരമായി കള്ളം പറയുന്ന ആളുകൾ. നിരന്തരമായി. ഇപ്പോൾ ഒരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ മോഷണം നടന്നു. ആ മോഷണം മാത്രമല്ല, മോഷണം നടന്നത് സത്യമാവും, അതിൻ്റെ ഇടയിൽ കൂടെ ഇയാൾ കൊലപാതകം കൂടി കൂട്ടി. അവിടെ കൊലപാതകം നടന്നു എന്ന്, അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അതായത് കുറച്ച് സത്യവും കൂടുതൽ നുണയും നമ്മളോട് പറയുന്ന ആളുകളുണ്ടാവും. അവരിൽ നിന്നൊക്കെ നമ്മളൊരു അകലം പാലിച്ച് നിൽക്കുക. അല്ലെങ്കിൽ വേറൊരാൾ അയാളെ നമ്മൾ അകലാൻ വേണ്ടിയിട്ട് നമുക്ക് നുണ കൂട്ടി തരുന്ന ആളുകളുണ്ടാവുക. അത്തരക്കാരിൽ നിന്നും നമ്മൾ കുറച്ച് അകലം പാലിച്ച് നിൽക്കുക. ഇനി മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആളാരാണ്? ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മെ മാത്രം സമീപിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലാതെ നമ്മളെ വിളിച്ചാൽ വല്ല ബിസിയോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും നമ്മളെ അകറ്റി മാറ്റാനും ശ്രമിക്കുന്നവർ ചില ഘട്ടങ്ങൾ വന്നാൽ, ചില ആവശ്യങ്ങൾ വന്നാൽ മാത്രം നമ്മെ വിളിക്കുന്ന ആളുകളുണ്ട്. എനിക്കങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്നെ മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ട അറിവ് വെച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നെ ആവശ്യത്തിന് മാത്രം വേണ്ടിയിട്ടാണ് അവൻ വിളിക്കുള്ളൂ എന്നുള്ളത്, അല്ലാത്ത സമയങ്ങളിലൊന്നും വിളിക്കില്ല എന്ന് ഒരുത്തൻ എന്നോട് വന്ന് പറഞ്ഞു. ആ പറഞ്ഞവൻ എന്നോട് വന്ന് പറഞ്ഞതും വലിയൊരു തെറ്റാണ്. കാരണം അത് എനിക്ക് അവനോട് ദേഷ്യം ഉണ്ടാക്കാൻ, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് കാരണമാവും. എങ്കിലും എനിക്ക് ആരോടും ദേഷ്യമല്ല. ഓക്കെ. അപ്പോൾ ഇത്തരം ആളുകൾ, നമ്മളെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മെ തള്ളിക്കളയുന്ന ആളുകൾ, അവരിൽ നിന്നും നമ്മൾ അകലം പാലിക്കുന്നത് നല്ലതാണ്. ഇനി നാലാമത്തെ വിഭാഗം ആളുകൾ. എന്താണ് നാലാമത്തെ വിഭാഗം ആളുകൾ നോക്കിയാലോ? നാലാമത്തെ ആളാണ് നമ്മളെ പരാജയം മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ. നമ്മളെ പരാജയം ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ അപ്പാടെ തകർക്കാൻ ഒപ്പം കൂടി നിൽക്കുന്നവരാവാം, അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാർ, ബന്ധുക്കളാവാം. നമ്മളെ തോൽവി, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് പിൻകുഴി കുത്തുന്ന ആളുകൾ എന്ന് പറയാം. അതായത് ഒപ്പം നടന്നിട്ട് പാര വയ്ക്കുന്ന ആളുകൾ. അതാണ് ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടും വലിയ ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അത്തരക്കാരെയൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ബോധം നമുക്ക് വേണം. കാരണം നമ്മുടെ ലക്ഷ്യത്തേക്ക് തകർക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി പരിശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരക്കാരിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരിൽ നിന്ന് വരുന്ന ചിലപ്പോൾ സിഹറാവാം, അല്ലെങ്കിൽ പാരകളാവാം,
അപ്പോൾ അത്തരക്കാരിൽ നമ്മൾ സൂക്ഷിക്കുക. അത്തരക്കാരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.